ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് എന്നോട് പറയുന്ന കാര്യമാണ് ഫോട്ടോഷോപ്പിൽ മലയാളം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാ കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പം ഇത് എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അഡീഷണൽ സോഫ്റ്റ്വെയറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ടൈപ്പിറ്റ് എന്നാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ടൂൾസിൽ കീബോർഡിൽ ടൈപ്പ് റൈറ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം സ്മോൾ ലെറ്റർ എൻ /സ്മോൾ ലെറ്റർ എം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നുള്ള ലെറ്റർ കിട്ടും. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. സ്മോൾ ലെറ്റർ എൻ /എം. അപ്പം ഇത് നമുക്ക് ഫോട്ടോഷോപ്പിൽ എങ്ങനെ പേസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ കൺവേർട്ട് ടു എന്നുള്ളടത്ത് കോപ്പി ഇട്ടു FML സീരീസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ടൈപ്പിംഗ് ടൂൾ സെലക്ട് ചെയ്യുക. ശേഷം ഈ ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുള്ള ലെറ്റർ ഇവിടെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നതാണ്. ഇൻ കേസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഫോൺസ് എന്നുള്ളടത്ത് FML ഫോണ്ടായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് മലയാളം ടൈപ്പിംഗ് അറിയില്ല, നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഉള്ള ഒരു ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യാണ് വേണ്ടത്. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഞാനിവിടെ നോട്ട് പാഡിൽ ഇവിടെ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണാം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് കോപ്പി ചെയ്യുക. അതിനുശേഷം നേരത്തെ പോലെ തന്നെ ടൈപ്പിറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് വിടുന്ന് ലെറ്റേഴ്സ് വിടുന്ന് ബാക്ക്സ്പേസ് ചെയ്ത് ഒഴിവാക്കാം. ശേഷം കൺവേർട്ടിൽ പേസ്റ്റ് ഫ്രം എന്നുള്ളടത്ത് യൂണിക്കോഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം വീണ്ടും കൺവേർട്ടിൽ കോപ്പി ഇട്ടു FML സീരീസ് സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും ടൈപ്പിംഗ് ടൂൾ സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാം കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഫോട്ടോഷോപ്പിൽ എന്ത് ടെക്സ്റ്റും മലയാളത്തിൽ നൽകാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്